നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേനൽ ചൂടിൽ വെന്തുരുകി കാസർഗോഡ് ജില്ല. ജില്ലയിലെ പ്രധാന പുഴകളുടെ കൈവരികളെല്ലാം വറ്റിവരണ്ടതോടെ കുടിവെള്ളം മുട്ടി ജനങ്ങൾ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളമില്ലാതെ നശിച്ചു തുടങ്ങി. ജില്ലയിൽ ലഹരി വിൽപ്പന റാക്കറ്റുകൾ പെരുകുന്നു. ലഹരി ഗുളികകളുമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കുഞ്ചത്തൂർ സ്വദേശി അഫ്സൽ അലി. വെസ്റ്റ് എളേരിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ ചീർക്കയത്ത് ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി രംഗത്ത്. പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായി കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് നിയമലംഘനം നടത്തിയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. വടക്കിന്റെ വസന്തോത്സവത്തെ വരവേൽക്കാൻ നരയൻ പൂക്കളുടെ സമൃദ്ധി. നാട്ടുവഴികളിലും വീട്ടുപറമ്പിലും മനോഹര കാഴ്ചയൊരുക്കി നരയൻ പൂവുകൾ. നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വേനൽ ചൂടിൽ വെന്തുരുകി കാസർഗോഡ് ജില്ല. ജില്ലയിലെ പ്രധാന നദികളുടെ കൈവരികളെല്ലാം വറ്റിവരണ്ടതോടെ നഗര മലയോര പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും ജലദൗർലഭ്യത്താൽ നശിച്ചു തുടങ്ങി. ഏറെ ആശങ്കയിലാണ് കൃഷിക്കാർ. കനത്ത ചൂടിൽ ജില്ലയുടെ വടക്കും കിഴക്കുമായി ഒഴുകുന്ന പ്രധാന നദികളെല്ലാം വറ്റിവരളാൻ തുടങ്ങിയതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായി തുടങ്ങി. നഗരപ്രദേശങ്ങളിലുള്ള കിണറുകളിലും പൊതുകുളങ്ങളിലും വെള്ളം ക്രമാതീതമായി കുറഞ്ഞതോടെ നഗരവാസികളും ഏറെ ആശങ്കയിലാണ്. കുടിവെള്ളത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതികൾ ഇന്നും പാതിവഴിയിൽ തന്നെയാണ്. പുത്തികെ അങ്കിടിമുകൾ പ്രദേശത്ത് കൃഷിക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന പുഴ പൂർണ്ണമായും വറ്റിവരണ്ടു. പ്രദേശത്ത് ഇതോടെ ജലക്ഷാമവും രൂക്ഷമായി. പുഴക്കരികിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ നാട്ടുകാർ പുഴയിൽ കുഴിച്ച് റിങ്ങിടാനും തുടങ്ങിയിരിക്കുന്നു. വറ്റിവരണ്ട പുഴയിലൂടെ വാഹനങ്ങൾ വരെ പോകാൻ തുടങ്ങിയതോടെ ജില്ലയിലെ പുഴകളുടെ ദയനീയ കാഴ്ച സമൂഹം ചർച്ച ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ റിങ്ങൊക്കെ ഇപ്പോൾ വാർത്തിട്ടുള്ളത് പുതിയ ഇത് ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ കിട്ടണമെങ്കിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി പുതിയ റിങ് ഇട്ടേ പറ്റുള്ളൂ. കാരണം ഈ റിങ്ങിന്ന് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റിങ്ങിന്ന് ഇനിയിപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ പുതിയ റിങ് ഇട്ടിട്ടേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെക്ക് ഡാം ഇട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒഴുകുന്ന വെള്ളത്തിന് തടഞ്ഞു നിർത്തിയിട്ട് മാക്സിമം വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്കും മറ്റുള്ള ആവശ്യം. കൃഷിക്കല്ല, ഇനിയിപ്പോൾ കുടിവെള്ളം തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് മോട്ടറല്ല, വേറെ ഒരു മോട്ടറുണ്ട്. അപ്പുറം ആ മോട്ടറിൻ്റെ വെള്ളമാണ് കുടിക്കുന്നത്, കുടിക്കാൻ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നും വരെ പദ്ധതി ഇതുവരെ ആയിട്ടില്ല ഇവിടെ. ഇല്ല, ഈ പുത്യപഞ്ചായത്തിലായിട്ടില്ല. ഈ പുത്യപഞ്ചായത്തിലായിട്ടുണ്ട്, ഇവിടെ ആയിട്ടില്ല മാത്രം. ഈ ഭാഗത്ത് മുൻകരുതായിട്ട് ഇല്ല. ജലദൗർലഭ്യം നേരിടുന്ന ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ സന്നദ്ധ സംഘടനകളും മറ്റും കുടിവെള്ളം എത്തിക്കുക പതിവായിട്ടുണ്ട്. വരൾച്ചയെ നേരിടാൻ സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഫണ്ട് അനുവദിക്കാത്തതും ജനങ്ങളിൽ ഏറെ ആക്ഷേപത്തിനിടയാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടിലെ ഏറ്റവും രൂക്ഷമായ വരൾച്ചയാണ് ഇത്തവണ കേരളത്തിലുണ്ടാകുക എന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് ഒരറിയിപ്പ് മാത്രമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന ദൗത്യം മാത്രമാണ് അധികൃതർ നിർവഹിച്ചത്. ഇത്തരം മുന്നറിയിപ്പുകൾ തങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും പൗരന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കാനുള്ള തങ്ങളുടെ ബാധ്യതയെക്കുറിച്ചും എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലാണ് ബന്ധപ്പെട്ടവർക്ക് ബോധ്യപ്പെടുക. ജനങ്ങൾക്ക് പ്രാണം നിലനിർത്താൻ വേണ്ട കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥി എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ ലഹരി വിൽപ്പന റാക്കറ്റുകൾ പെരുകുന്നു. ലഹരി ഗുളികകളുമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുഞ്ചത്തൂർ സ്വദേശി അഫ്സൽ അലി. കഴിഞ്ഞ ദിവസം രാത്രി കുഞ്ചത്തൂർ മാട ബസ് വെയിറ്റിംഗ് ഷെഡിൽ സംശയാസ്പദമായി കണ്ടെത്തിയ അഫ്സലിനെയാണ് പട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എന്നാൽ അഫ്സലിനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടി നൽകിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് 3 പാക്കറ്റോളം വരുന്ന ലഹരി ഗുളികകൾ കണ്ടെത്തിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ലഹരി ഗുളികകളുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം കച്ചവടങ്ങൾക്ക് പിന്നിൽ വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും ലഹരി ഗുളികകൾ വിൽക്കുന്നുണ്ടെന്നാണ് സൂചന. വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചീർക്കയത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി സമരം ശക്തമാക്കുന്നു. പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായി ക്വാറി പ്രവർത്തിക്കുന്നത് നിയമലംഘനം നടത്തിയാണെന്നും ഇതിന് ചില ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു.
വെള്ളരിക്കുണ്ട് താലൂക്കിലെ വെസ്റ്റളേരി പഞ്ചായത്തിൽപ്പെട്ട ചീർക്കയം പ്രദേശത്തെ 13 വർഷമായി പ്രവർത്തിക്കുന്ന NJT ക്വാറിയാണിത്. മലയുടെ അടിവാരം കാർന്നു തിന്നുന്ന ക്വാറിക്ക് മുകളിലായി കൊളത്തുകാട് ആദിവാസി കോളനിയും കാവുന്തല പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളും താമസിക്കുന്നുണ്ട്. വെറും 2 ഏക്കർ ഖനനാനുമതിയുടെ പിൻബലത്തിൽ മുഴുവൻ ഖനന നിയമങ്ങളും ലംഘിച്ച് ഏക്കർ കണക്കിന് മലയടിവാരമാണ് NJT ഖനനം നടത്തുന്നത്. ഇതോടെ പ്രദേശത്തെ വീടുകളൊക്കെ തകരുമെന്ന ഭീഷണിയിലാണ്. പ്രദേശവാസികൾക്ക് കുടിവെള്ളവും മുട്ടിയിരിക്കുന്നു. മലയോര മേഖലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ചൈത്രവാഹിനി പുഴയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പൊരിയുന്ന വേനൽക്കാലത്തും NJT ക്വാറി പമ്പ് ചെയ്തെടുക്കുന്നത്. പുഴയിലേക്ക് വരുന്ന നീർച്ചാലുകളൊക്കെ മണ്ണിട്ട് നികത്തി ഇല്ലാതാക്കിയതായും ആരോപണമുണ്ട്. 3 വർഷത്തിലധികം ഒരേ സ്ഥലത്ത് ഖനനം പാടില്ല എന്ന നിബന്ധന നിലനിൽക്കെ സർവേ നമ്പറിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായും അറിയുന്നു. ഇതിനായി ഉദ്യോഗസ്ഥ തലത്തിൽ ഒത്തുകളി നടന്നതായും ജനങ്ങൾക്കിടയിൽ പരാതിയുണ്ട്. പരിസ്ഥിതി ലോലമായ പ്രദേശം കാർന്നു തിന്നുന്ന NJT ക്വാറിക്കെതിരെ ചീർക്കയത്ത് ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി രൂപീകരിച്ച് ശക്തമായ സമരം തുടങ്ങിയിട്ടുണ്ട്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് 3 സ്റ്റേ വാങ്ങി, പ്രഗത്ഭരായ വക്കീലിനെ വെച്ച് 3 സ്റ്റേയും അവർ റിലീസ് ചെയ്തു. ഇപ്പം 4ാമത്തെ സ്റ്റേക്ക് വേണ്ടി ഞങ്ങൾ കോടതിയിൽ അപേക്ഷ വെച്ചിരിക്കുകയാണ്, കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ വൻ അഴിമതിയാണ്. അതായത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഖനി മാഫിയ കൂട്ടുകെട്ടിൻ്റെ വൻ അഴിമതിയാണ് ഈ രേഖകളിലൂടെ പുറത്തു വരുന്നത്. ക്വാറിയിൽ ദിനംപ്രതി ഉണ്ടാകുന്ന സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതായിട്ടുണ്ട്. ഇത്തരത്തിൽ നാടിനാപത്തുണ്ടാകുന്ന നിയമങ്ങൾ ലംഘിച്ചുള്ള ക്വാറികൾ ചീർക്കയത്ത് മാത്രമല്ല പരിസ്ഥിതി ലോലമായ ജില്ലയുടെ മലയോര ഭംഗിയിൽ മുങ്ങി നിൽക്കുന്ന നിരവധി കുന്നുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനായി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഇത്തരം കാഴ്ചകൾ കണ്ണു തുറന്നു കാണാനും അധികൃതർ തയ്യാറാകണം. വടക്കിന്റെ വസന്തോത്സവത്തെ വരവേൽക്കാൻ നരയൻ പൂക്കളുടെ സമൃദ്ധി. മുമ്പ് അപൂർവ കാഴ്ചയായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാതയോരത്തും വീട്ടുപറമ്പിലും നരയൻ പൂക്കളുടെ സമൃദ്ധമായ കാഴ്ചയാണ്. വടക്കിൻ്റെ വസന്തോത്സവത്തെ വരവേൽക്കാൻ ഇത്തവണ നരയൻ പൂവുകളുടെ സമൃദ്ധി. മുൻകാലങ്ങളിൽ അപൂർവമായി കാണാൻ ലഭിക്കുമായിരുന്ന നരയൻ പൂവ് ഇത്തവണ ഗ്രാമ നഗരഭേദമന്യേ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. വാദ്യമേളവും ആനയെഴുന്നള്ളത്തും നിറഞ്ഞ തെക്കൻ പൂരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വടക്കിൻ്റെ പൂരം. കാമദേവ പൂജയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള കന്യകമാരുടെ ഉത്സവം. വിവിധ ഇനം പൂക്കളുടെ കൂടി ഉത്സവമാണ് വടക്കിൻ്റെ പൂരം. അതിൽ പ്രഥമ പരിഗണനയാണ് നരയൻ പൂവുകൾക്ക്. കാമദേവരൂപം ഒരുക്കുന്നതും നരയൻ പൂവുകൾ കൊണ്ടാണ്. പൂക്കുര്യകളുമായി കുട്ടികളും മുതിർന്നവരുമെല്ലാം പൂവുകൾ തേടിയിറങ്ങുന്ന കാലം. പാതയോരത്തും നാട്ടിൻപുറങ്ങളിലും പൂരക്കാലത്തിൻ്റെ വിളംബരവുമായി നരയൻ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു. ആവശ്യക്കാർ ഏറെ ഉണ്ടാകും എന്നതിനാൽ പൂരോത്സവത്തിന് മുമ്പ് തന്നെ നരയൻ പൂക്കൾ ശേഖരിച്ചു വെക്കാറാണ് പതിവ്. ഈ മാസം 31-നാണ് പൂരോത്സവം തുടങ്ങുക. ഏപ്രിൽ 8-ന് പൂരംകുളിയോടെ പൂരോത്സവത്തിന് സമാപനമാകും. നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CITU കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. സമരം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ വ്യവസായത്തിലെ തൊഴിൽ മാന്ദ്യം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക, കരിങ്കൽ, ചെങ്കൽ, മണൽ, കളിമണ്ണ് ഖനന നിരോധനം ഒഴിവാക്കുവാൻ നിയമനിർമ്മാണം നടത്തുക, സിമന്റ്, കമ്പി, മരം തുടങ്ങിയ നിർമ്മാണ സാമഗ്രികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CITU കളക്ടറേറ്റിന് മുമ്പിൽ ധർണ സമരം സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ച് വലിയ തർക്കീയ സംവാദം നമ്മുടെ രാജ്യത്ത് നടക്കുക. നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഇപ്പോഴുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾ ഈ സമൂഹത്തിൽ നിന്ന് സേവനത്തെ സംബന്ധിച്ചൊന്നും നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയൊന്നും മുമ്പ് നടത്തിയിട്ടില്ല. സാധാരണ ജോലിക്ക് പോകുന്ന പോലെ തൊഴിലാളി ജോലിക്ക് പോകുന്നു, ജോലി എടുപ്പിക്കുന്നു, ജോലി എടുത്താൽ കൂലി കൊടുക്കുന്നവർ ജീവിക്കുന്നതിനപ്പുറം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവമായ ചർച്ചയെ സംഭാവന നടത്തുന്നു. M. അംബുജി അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ VC മാധവൻ സ്വാഗതം പറഞ്ഞു.
കോടോട്ട് കൃഷ്ണൻ, ബി രാജൻ, കെ വി ലക്ഷ്മണൻ, ടി എം നന്ദനൻ എന്നിവർ നേതൃത്വം നൽകുന്ന ചടങ്ങിൽ കെ ബാലകൃഷ്ണൻ, മണി യോഹന്നാൻ, പി കെ ബാബു, എം രാമൻ, മുനമ്പത്ത് ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്ത്രീ സുരക്ഷാ സന്ദേശവുമായി ചിലമ്പൊലി നാടൻ കലാസംഘം തെരുവു നാടകവും നാടൻപാട്ടും അവതരിപ്പിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്ക് നേരെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കെതിരെ ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ് ചിലമ്പൊലി നാടൻ കലാസംഘം തെരുവു നാടകവും നാടൻ പാട്ടുകളും സംഘടിപ്പിച്ചത്. നാടൻ കലാകാരന്മാരായ പ്രശോഭ്, കിരൺ, സ്വരാജ്, സുനിൽ, അഖിൽ രാജ്, നികേഷ്, അരുൺ രാജ്, രാകേഷ്, പ്രദീപ്, രാജൻ ഇരിയണ്ണി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ, അതിനെതിരെ വരുന്ന പ്രൊട്ടസ്റ്റുകളായാലും അതൊരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടായാലും എല്ലാവരും പല രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാസർഗോഡിൻ്റെ ഈ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ചിലമ്പൊലി നാടൻ കലാസംഘം എന്ന് പറഞ്ഞൊരു ട്രൂപ്പിന് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് കഴിഞ്ഞ രാത്രിയാണ് ഞങ്ങളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒരു ദിവസത്തെ 2-3 മണിക്കൂറിൻ്റെ പ്രാക്ടീസ് കൊണ്ടാണ് ഞങ്ങളിതിപ്പം ഇവിടെ ചെയ്തത്. എത്രമാത്രം പെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ എന്നാലും ഞങ്ങളാൽ കഴിയുന്നതെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഇവരെല്ലാവരുടെ ഒരുപോലെയുള്ള ഒരു സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റിയത്. സ്ത്രീയെ ശരീരം മാത്രമായി കാണുന്ന ആൺനോട്ടത്തിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പരിപാടി വീക്ഷിക്കുവാൻ നിരവധി പേർ എത്തിച്ചേർന്നു. ബ്രിട്ടീഷുകാരുടെ അടിമപ്പണി ചെയ്യുന്ന പാവപ്പെട്ട BD ജീവനക്കാർക്ക് വേണ്ടിയുള്ള കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചത് പുറം ലോകം അറിഞ്ഞത് കോൺഫെഡറേഷന്റെയും സംഘടനയുടെയും ശക്തി കൊണ്ടാണെന്ന് നാഷണൽ ഫെഡറേഷൻ ഫോർ പോസ്റ്റൽ എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി KP പ്രേമകുമാർ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന പണിമുടക്ക് സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഴാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ ഉന്നയിച്ച ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുക, മിനിമം വേതനവും ഫിറ്റ്മെന്റ് ഫോർമുലയും പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NFPE ജീവനക്കാർ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഏകദിന പണിമുടക്ക് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നടന്ന ഏകദിന പണിമുടക്ക് കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി K ഹരി ഉദ്ഘാടനം ചെയ്തു. പണിയെടുക്കുന്ന ഏതൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശവും ആഹ്ലാദവും ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ അത് തർക്കവുമില്ല. നമ്മുടെ ഡിവിഷനിലെ സമര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്താഗതി, തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നാളിതുവരെ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഒക്കെ തന്നെ ഒരു ഫലം എന്ന നിലയിലാണ് ഇന്ന് നമ്മുടെ ഡിവിഷനിലും ഏറ്റവും വലിയ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പണിമുടക്ക് സമരം നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്. പരിപാടിയിൽ PH ഗോപി അധ്യക്ഷനായി. ബ്രിട്ടീഷുകാരുടെ അടിമപ്പണി ചെയ്യുന്ന പാവപ്പെട്ട BD ജീവനക്കാർക്ക് വേണ്ടിയുള്ള കമ്മിറ്റി റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായതെന്നും സംഘടനയുടെ ശക്തി കൊണ്ടാണ് പുറം ലോകം ഇക്കാര്യം അറിയാനിടയായതെന്നും NFPE ജില്ലാ സെക്രട്ടറി KP പ്രേമകുമാർ KCN ന്യൂസിനോട് പറഞ്ഞു. ഇവിടുത്തെ പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അടിമപ്പണി ചെയ്തുകൊണ്ട് ജീവിച്ച BD ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി റിപ്പോർട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത്. അത് കോൺഫെഡറേഷൻ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ശക്തി കൊണ്ടും മാത്രമാണ് ഈ നിമിഷം വരെ അത് വീണ്ടും പുറം ലോകം കാണാനിടയായത്. ജീവനക്കാർ പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്ത് ഉപരോധിക്കുന്നതിനിടെ പോലീസ് എത്തുകയും ഹെഡ് പോസ്റ്റ് ഓഫീസ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ പണിമുടക്കാണെന്നും തുറക്കാനാവില്ലെന്നും പറഞ്ഞ് ജീവനക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഏകദിന പണിമുടക്കിൽ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഹരി, നേതാക്കളായ PK അശോക് കുമാർ, MC രാധാകൃഷ്ണൻ, കുമാരൻ നമ്പ്യാർ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസ് ധർണ. കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ധർണാ സമരം TA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അതിരൂക്ഷമായ വരൾച്ചയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുക, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നികുതി ഇളവ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി താലൂക്ക് ഓഫീസ് ധർണ സംഘടിപ്പിച്ചത്.
കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KK ഖാലിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TA അഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. അവർക്കുള്ള പെൻഷനും അവർക്കുള്ള നഷ്ടപരിഹാരം നൽകാനുള്ള എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പഴയ കാലത്ത് പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറയുന്ന CPM മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഗവൺമെൻറ് എന്തുകൊണ്ട് അതിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മടിക്കുന്നു എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് മാടക്കൽ, R ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ലേബർ യൂണിയന്റെ മെയ് ദിന റാലി തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ. നാഷണൽ ലേബർ യൂണിയൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. INLന്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ നാഷണൽ ലേബർ യൂണിയൻ മെയ് ദിന റാലി ഇത്തവണ ആലപ്പുഴയിലാണ് സംഘടിപ്പിക്കുക. ഏറെ പ്രതിസന്ധി നേരിടുന്ന തൊഴിലാളി വർഗം ചൂഷണത്തിന്റെ വക്കിലാണെന്നും ഈ സാഹചര്യത്തിലാണ് തൊഴിലാളി ദിനമായ മെയ് 1 ആലപ്പുഴയിൽ മെയ് ദിന റാലി സംഘടിപ്പിക്കുന്നതെന്നും NLU സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ രാജ്യത്തെ അടിസ്ഥാന വർഗമായ തൊഴിലാളികളെ സംഘടിച്ച് പൂർവോപരി ശക്തിയോടുകൂടി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ സംരക്ഷിക്കാനും ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടാനും സാധിക്കൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളെ ഈ മെയ് ദിന റാലിയിൽ കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ തന്നെ പ്രമുഖ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരും അതുപോലെ വർഗ സംഘടനകളുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ AP മുസ്തഫ, MA ലത്തീഫ്, അസീസ് കടപ്പുറം, സുബൈർ പടുപ്പ്, സുധീർ കോയ, CMA ജലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. പരപ്പ കിണാവൂർ മുഹമ്മദ് കുഞ്ഞി കൊലക്കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആക്ഷേപം. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 25 പരപ്പ വില്ലേജിലെ മുണ്ട്യനത്തെ മുഹമ്മദ് കുഞ്ഞി വീട്ടുമുറ്റത്ത് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവ സമയത്ത് മക്കൾ സ്ഥലത്തില്ലായിരുന്നു. മുഹമ്മദ് കുഞ്ഞിയുടെ അടുത്ത ബന്ധുക്കളും പണിക്കാരും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇതിൽ 2 പ്രതികൾ ഒന്നാം പ്രതിയായ റഹീദിന്റെ തന്നെ 2 ജോലിക്കാർ ആണെന്ന് ദൃക്സാക്ഷികൾ പരാതിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിലെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം റഹീദിനെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളതെന്നും മറ്റ് പ്രതികൾ നിയമത്തിന് അതീതരായി തുടരുകയാണെന്നും ബന്ധുക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു സാധാരണ കർഷകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള ആ ഒരു മകൻ്റെയും കുടുംബക്കാരുടെയും പരാതി നമ്മൾ മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്കും DYSPക്കും CAക്കൊക്കെ കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം സംതൃപ്തമല്ല. യഥാർത്ഥ പ്രതികളിലേക്ക് ഇതുവരെ പ്രതികളും കൂട്ടുപ്രതികളുമായിട്ടുള്ളവരും പിന്നെ ഇതിൻ്റെ ഗൂഢാലോചനക്ക് ഈ പ്രതിയുടെ ബന്ധുക്കൾ ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ടും പോലീസ് ഇതുവരെ ആ രീതിയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് പോലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണം ഇതിൻ്റെ മുകളിൽ ഉണ്ടാവണം എന്നൊരാവശ്യമാണ് ബന്ധുക്കൾക്ക് ഈ വിഷയമായിട്ട് പറയാനുള്ളത്. കേസിന്റെ തുടരന്വേഷണം കൃത്യമായും സത്യസന്ധമായും നടത്തുവാനായി പുതിയ അന്വേഷണ സംഘത്തെ അടിയന്തരമായി നിയമിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാനക്കോട് താജുൽ ഉലമ സെന്റർ മാർച്ച് 18 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിക്കും. പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കാനക്കോട് യൂണിറ്റിന്റെ കീഴിലുള്ള നാട്ടക്കലിലെ താജുൽ ഉലമ സെന്റർ മാർച്ച് 18 അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ വെച്ച് പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളൂർ പഞ്ചായത്തിൽ കാനക്കോട് എന്ന പ്രദേശത്തെ നാട്ടക്കൽ ടൗണിൽ നിർമ്മിച്ച സമസ്ത പ്രസിഡന്റ് താജുലുലമ സയ്യിദ് റഹ്മാൻ അൽ ബുഖാരി മഹാനവരുടെ സ്മരണാർത്ഥം സ്ഥാപിതമായ സുന്നി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയിൽ തന്നെ മത, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്ത് തുല്യതയില്ലാതെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 18-ാം തീയതി ശനിയാഴ്ച 12 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഹാളിൻ്റെ പ്രാർത്ഥനാ മുറിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ കാനക്കോട്, ഉമർ സഖാഫി പള്ളത്തൂർ, സിദ്ദിഖ് പുത്തപ്പലം, NH ഇബ്രാഹിം, അബ്ദുറഹ്മാൻ സഖാഫി പുത്തപ്പലം, ജലീൽ ജൗഹരി കാനക്കോട്, റസാഖ് റാസി തുടങ്ങിയവർ സംബന്ധിച്ചു.
തൊഴിലില്ലാതെ ജനങ്ങളെ പട്ടിണിയിലേക്ക് നയിക്കുന്ന ഭരണമാണ് കേരള സർക്കാരിൻ്റെതെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ. BMSന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMSന്റെ നേതൃത്വത്തിലായിരുന്നു കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രാജീവൻ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തേക്ക് വിലവർദ്ധനവ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഭരണത്തിലെത്തിയതാണ് കേരള സർക്കാരെന്നും റേഷൻ അരി മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെയുള്ളവയുടെ വില അനുദിനം കുതിച്ചുയരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാർ 9 മാസം കഴിയുമ്പോൾ തന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിലയിരുത്തലുകൾ ഏകദേശം 9 മാസം പൂർത്തിയായ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ എന്നാലും 9 മാസക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനത ഏറെ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഈ ഗവൺമെന്റ് പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി BV സത്യനാഥ്, KV ബാബു, മേഖലാ സെക്രട്ടറി ഗോവിന്ദൻ, ഗിരീഷ് പുല്ലൂർ, ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിത്താരി സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ വികസനത്തിനായുള്ള ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ചിത്താരി സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ വികസനത്തിനായുള്ള ജനകീയ കൂട്ടായ്മ സ്കൂൾ പരിസരത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയത്തിലേക്ക് വരണം, പോവേണ്ടതായിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിനകത്ത് രൂപം കൊണ്ടു എന്നുള്ളതാണ് സവിശേഷമായ ഒരു കാര്യം. അടുത്ത കാലത്ത് സർക്കാർ എല്ലാ സ്കൂളുകളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളുടെ നല്ല വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം അതിന് സർക്കാർ പറയുന്നത് അത് ആര് സർക്കാർ ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ആരുടെ സ്ഥാപനമാണോ LP സ്കൂൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാപനമാണ്. ആര് ഇടപെടണമെങ്കിലും തരണമെങ്കിലും നാട്ടുകാരുടെ ഇടപെടൽ വേണം. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സമിതി ജനറൽ കൺവീനർ 14 അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ VV പ്രഭാകരൻ പദ്ധതി വിശദീകരണം നടത്തി. M കേളുപണിക്കർ, ബഷീർ വെള്ളിക്കോത്ത്, PP നസീമ ടീച്ചർ, കൂളിക്കാട് കുഞ്ഞബ്ദുള്ള ഹാജി, CM ഗാദർ ഹാജി, AV പവിത്രൻ, CV തമ്പാൻ, ബഷീർ കോവൽ, CM കുഞ്ഞബ്ദുള്ള, AK സുബൈർ, CK ഇർഷാദ്, TK ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ഒരുക്കിയ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് പച്ചക്കറി കൃഷിയിൽ മാതൃക തീർത്തത്. ഹരിത വിദ്യാലയം പദ്ധതിയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാഠ്യപ്രവർത്തനത്തിനൊപ്പം കുട്ടികൾ കാർഷിക സംസ്കൃതിയുടെ കൂടി ഭാഗമായത്. വിദ്യാലയത്തിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ഒരുക്കിയത്. വിദ്യാലയത്തിന് സമീപത്തായി ഒരുക്കിയ പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവാണ് ഇത്തവണ ലഭിച്ചത്. വിദ്യാലയത്തിന് സമീപത്തെ സ്ഥലത്ത് വെള്ളരി, പയർ, നരമ്പൻ, ചീര എന്നിവയാണ് കൃഷി ചെയ്തത്. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ PTA പ്രസിഡന്റ് K കുമാരൻ നിർവഹിച്ചു. പ്രധാനാധ്യാപിക OJ ശൈല, KV നാരായണൻ, K അച്യുതവാദ്യാർ, TV ശ്രീനിവാസൻ, A ഭാരതിദേവി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽ ചൂടിൽ വെന്തുരുകി കാസർഗോഡ് ജില്ല. ജില്ലയിലെ പ്രധാന പുഴകളുടെ കൈവരികളെല്ലാം വറ്റിവരണ്ടതോടെ കുടിവെള്ളം മുട്ടി ജനങ്ങൾ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളമില്ലാതെ നശിച്ചു തുടങ്ങി. ജില്ലയിൽ ലഹരി വിൽപ്പന റാക്കറ്റുകൾ പെരുകുന്നു. ലഹരി ഗുളികകളുമായി മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കുഞ്ചത്തൂർ സ്വദേശി അഫ്സൽ അലി. വെസ്റ്റ് എളേരിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ ചീർക്കയത്ത് ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി രംഗത്ത്. പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായി കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത് നിയമലംഘനം നടത്തിയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. വടക്കിന്റെ വസന്തോത്സവത്തെ വരവേൽക്കാൻ നരയൻ പൂക്കളുടെ സമൃദ്ധി. നാട്ടുവഴികളിലും വീട്ടുപറമ്പിലും മനോഹര കാഴ്ചയൊരുക്കി നരയൻ പൂവുകൾ. നിർമ്മാണ മേഖലയിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.